സജീഷ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ന് കെ ടി ജലീൽ ഉന്നയിച്ചത് ഒരു പൊതുസമൂഹം ആശങ്കയോടുകൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ, സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു രാഷ്ട്രീയ കക്ഷിയിൽ സംഭവിക്കുന്ന ഡീജനറേഷനാണ്, ജീർണതയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ തൊട്ട ഫണ്ടുകൾ മുഴുവൻ ഉണ്ടാക്കിയ സംഭാവന പിരിച്ച് ഉണ്ടാക്കിയ എല്ലാ ഫണ്ടുകളും ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ കമ്മീഷൻ താല്പര്യത്തോടു കൂടി ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നില്ല. ഒപ്പം തന്നെ സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കുക, അതിൽ ആത്മീയമായ ആദരവ് കൂടി ലീഗ് അണികൾ പൊതുസമൂഹവും നൽകുന്ന തങ്ങൾമാരെ ആൾപേരിന് പ്രതിഷ്ഠിക്കുക, അവരുടെ പേരിൽ പിരിവ് നടത്തുക, ഗൾഫിലൊക്കെ ജോലിയെടുക്കുന്ന പാവപ്പെട്ട മുസ്ലിം ലീഗ് വിശ്വാസികളുടെ പണം പിരിച്ചെടുക്കുക, എന്നിട്ട് ആ ട്രസ്റ്റ് പ്രവർത്തിക്കാതിരിക്കുകയോ മറ്റോ ചെയ്യുക. ഇങ്ങനെയും പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു കാലത്തും ചെയ്തിട്ടില്ല. മുമ്പൊരു തങ്ങൾമാരും ഇത്തരത്തിൽ ഉള്ള കള്ളക്കച്ചവട ട്രസ്റ്റുകളുടെ ആയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ലീഗ് അണികൾ ഇത്തരത്തിലുള്ള സംഭാവനകൾ കൊടുക്കാൻ തയ്യാറാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും അണികൾ തയ്യാറാവണം എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു അനുഷ്ഠാനം പോലെ ലീഗിനോടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ് അവരുടെ അണികൾ. ഏതൊരു കേഡർ പാർട്ടിയെയും അസൂയപ്പെടുത്തും വിധം ആ പാർട്ടിയുടെ നേതൃത്വത്തോട് വിധേയത്വമോ കൂറോ പ്രഖ്യാപിച്ച ഒരു ജനതയാണത്. അവർ വഞ്ചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനതയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ജലീലിൻ്റെ ഈ ഉന്നയിച്ച പ്രശ്നങ്ങളെ CPIM എങ്ങനെ കാണുന്നു? ഇത് പാർട്ടി ഏറ്റെടുക്കുമോ, അതോ സമൂഹത്തിൽ അത് പ്രവർത്തിച്ച് അതിൻ്റെ ഫലം ഉണ്ടാകട്ടെ എന്ന നിരീക്ഷണത്തോടുകൂടി കാത്തിരിക്കുമോ? എന്താണ് ജലീൽ പറഞ്ഞതിൻ്റെ പ്രസക്തി? എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത്? സജീഷ്. NPC ഇതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ലീഗിനകത്ത് പോലും ഇതിനായി ശക്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ പാനലിനകത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി വന്നില്ല എന്ന്. അങ്ങനെ പ്രതിനിധി വരുമ്പോൾ വരാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി ലീഗിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വസ്തുതയാണ്. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ആരോപണമായി ഉന്നയിക്കേണ്ടതില്ല. എങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്ന ആളുകൾക്ക്, ലീഗിൻ്റെ പ്രവർത്തകർക്കുൾപ്പെടെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കുൾപ്പെടെ ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ എന്ന് സ്വയം ബോധ്യപ്പെടും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ മറ്റുള്ളവർ പറയുന്ന പോലെ ഒരു ആരോപണമായി ആരെങ്കിലും പേരിൽ ഉന്നയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ലീഗിനകത്ത് തന്നെ ഉണ്ട്. അവർ എന്തുകൊണ്ട് ഇങ്ങനെ നിന്നു പോകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ സംശയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. അത് നിൽക്കാനുള്ള കാരണം ഇവരിപ്പോൾ വല്ലാത്ത രീതിയിൽ വർഗീയപരമായി ഈ സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. വർഗീയപരമായി ഇപ്പോൾ ലീഗിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയായി മാറിയിരിക്കുന്നു എന്നതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ്. എല്ലാത്തിനെയും അടച്ചു വെച്ച് തങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്ന ഒരു വല്ലാത്ത രീതിയിൽ ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ തെറ്റായ കാര്യങ്ങൾ പോലും സഹിച്ചു നിൽക്കേണ്ടവരാണ് ഞങ്ങളെന്നൊരു തോന്നിച്ച പോലും ചിലർക്കെങ്കിലും ഉണ്ടാകുന്നത്. പക്ഷേ ഇത് അധികാരം നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. തെറ്റായ ഒരു രീതിയിലൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് പാളം തെറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. എപ്പോഴും തെറ്റിൻ്റെ കൂടെ നിൽക്കാൻ ഒരു സമൂഹത്തിലുള്ളവർക്ക് സാധ്യമാവുമോ? വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ വിശ്വാസം? അല്ല, എതിരായിട്ടുള്ളതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന നല്ല ബോധ്യമുണ്ട്. ആ പരിശോധന, ഇത്തരം ചർച്ചകളിലൂടെ ആ പരിശോധന വരും. ഗുജറാത്ത് ഫണ്ട് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയില്ലേ? കത്തൂരിലേക്ക് പോയ ഫണ്ടിൻ്റെ കാര്യത്തിൽ വസ്തുതയില്ലേ? വയനാട്ടിലെ ഭൂമി വാങ്ങിയത് അത് യഥാർത്ഥ വിലക്കാണോ? എന്തിനാണ് ഇത്രയും കൂടുതൽ പണം ചെലവഴിച്ചത്? ഇരകൾക്കൊപ്പമല്ലേ നിൽക്കേണ്ടത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ? മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയല്ലേ തെറ്റിനെതിരെ വിരൽ ചൂണ്ടുമെന്ന്. ഈ തെറ്റിനെതിരെ വിരൽ ചൂണ്ടും അടുത്ത നാളുകളിൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ ഇപ്പോഴെന്താണ്? ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഒരു വലതുപക്ഷമാകെ വർഗീയപരമായി ഒരു ഭീതി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ കൂട്ടരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ BJP RSS ഈ രാജ്യം ഭരിക്കുന്നു, അതിനെ എതിർക്കാൻ നമ്മൾ ഈ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാലേ പറ്റൂ എന്നുള്ള ഒരു പ്രതീതി വരുത്തുന്നു.
പക്ഷേ യഥാർത്ഥത്തിൽ പഠിക്കാനും വസ്തുത മനസ്സിലാക്കാനും തയ്യാറായാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കാര്യം ബോധ്യമാവും. ഇവിടെ ഇതിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന കെ.സി. വേണുഗോപാൽ, അദ്ദേഹം ഒരു MP സ്ഥാനം, രാജ്യസഭാ MP സ്ഥാനം ഒഴിഞ്ഞിട്ടാണ് കേരളത്തിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചത്. ആ രാജ്യസഭാ സീറ്റിന് 2 വർഷം കാലാവധി ഉണ്ടായിരുന്നു. അവിടെ ജയിച്ച നവനീത് സിംഗ് വിട്ടുവാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. മോദിക്കൊരു മന്ത്രിയെ കൊടുത്തിട്ട് ഇവിടെ RSSനെ പ്രതിരോധിക്കാൻ നിൽക്കുന്ന ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് അല്ല പ്രതിരോധിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സ്വാഭാവികമായും ഇവർക്കെല്ലാം കഴിയും. പക്ഷേ ഒരു രാഷ്ട്രീയമായ നല്ല ചർച്ചകൾ ഉണ്ടാകണം സമൂഹത്തിൽ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഈ വിഷയം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുമ്പോൾ ആ രീതിയിലല്ല കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. കാരണം ഇവിടെ നേതാക്കന്മാരാകുന്ന ആളുകൾ, വളർന്നു വരുന്ന ആളുകൾ, ഇവരെല്ലാം സ്വീകരിക്കുന്ന ഒരു രീതി എന്താണ് എന്ന് സമൂഹം വിലയിരുത്തട്ടെ. ഞാനതിൽ അഭിപ്രായം പറയാൻ തക്ക വലിയ ആളല്ല. എങ്കിലും എന്താണ്, സ്വയം പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് P.K. ഫിറോസ് സഖാവ് കോടിയേരിക്കെതിരായി സംസാരിച്ചത്, പത്രസമ്മേളനം നടത്തിയത്? ആ വിമർശനത്തിൽ കഴമ്പുണ്ട് എന്നുള്ളതുകൊണ്ടല്ല. അങ്ങോട്ട് വിമർശിക്കുമ്പോൾ ഞാനൊരാളാവുകയാണ് എന്ന ഒരു തോന്നിച്ചയ്ക്ക് വേണ്ടിയാണ്. ഞാൻ വ്യക്തിപരമായി പറയുകയല്ല. എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കി ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് റോഷന്റെ പിതാവ് വാസുവേട്ടൻ മരിച്ച വിവരം അറിഞ്ഞിട്ട് ട്രെയിനിൽ വരുമ്പോൾ ഒരു പോസ്റ്റ് കാണാനിടയായി. എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അപ്പോൾ P.K. ഫിറോസിൻ്റെ ഒരു പോസ്റ്റാണ്. അതിന് ഞാൻ കൊടുത്തൊരു മറുപടി ഉണ്ട്. അന്ന് വൈകാരികമായ അന്തസ്സില്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിക്കരുത് എന്ന് ഫിറോസിനോടൊന്ന് പറയേണ്ടി വന്നു. കാരണം ഒരു മരണത്തെ പോലും ആ രീതിയിൽ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുക, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തിരിച്ചടിയായി വന്നിരിക്കുന്നത്. സമൂഹത്തിൽ കുറേ സത്യമുണ്ട്. നെഗറ്റീവായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചടി ഉണ്ടാകും. അത് സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്. എക്കാലത്തും നമ്മൾ സാധാരണ പറയുമല്ലോ, കുറേ ആളുകളെ കുറച്ചു കാലത്തേക്ക് പറ്റിക്കാൻ വേണ്ടി പറ്റും, എല്ലാ ആളുകളെയും എക്കാലവും പറ്റിക്കാമെന്ന് കരുതരുത് എന്ന്. ഇവിടെ കോൺഗ്രസും ലീഗും നേതൃത്വം കൊടുക്കുന്ന ഈ വലതുപക്ഷ സംവിധാനം എക്കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് കരുതി നിൽക്കുകയാണ്. അതല്ല, നിങ്ങൾ കുറച്ചു കാലം പറ്റിച്ചു, പക്ഷേ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഇവിടെ നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ആക്ഷേപം നടത്തി മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഉദയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖൻ എന്ന് സ്വയം സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നില്ല. കാരണം ആ മാത്യു കുഴൽനാടൻ സർക്കാരിൻ്റെ ഭൂമി കയ്യേറ്റം നടത്തിയതിൻ്റെ പേരിലും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിലും ഈ പറഞ്ഞ ED എല്ലാ അതിർവരമ്പുകളും കടന്ന് അന്വേഷിക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. കേരളത്തെ പല കാര്യങ്ങളും മറവിയിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു രാഷ്ട്രീയം വലതുപക്ഷം പ്രയോഗിക്കുന്നു. അത് ഇവർക്ക് വലിയ വളമായി മാറുകയാണ്. അതിൻ്റെ ഒറ്റ കാര്യം, നമ്മളെല്ലാം മറക്കില്ലേ, കുറച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ DCC ട്രഷറായിരുന്ന മരിച്ചുപോയ NM വിജയനെ മറന്നുപോവില്ലേ? അദ്ദേഹം വിഷം കൊടുത്ത് സ്വന്തം മകനെ കൊല്ലേണ്ടി വന്ന അതിദയനീയതയെ കേരളം മറക്കില്ലേ? 10 ദിവസം കൊണ്ട് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു പോയവരാണ്. ഒരു മാധ്യമത്തെയും കണ്ടിട്ടില്ല, ഒരു തീരുമാനവും കണ്ടിട്ടില്ല. ഇതെന്തൊരു പരിഗണനയാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്തും ചെയ്യാം. എന്ത് ചെയ്താലും ഒരു കൂട്ടം മാധ്യമങ്ങൾ ലൈംലൈറ്റിൽ നിർത്തി ഇവരെ നേതാക്കന്മാരാക്കും. എന്നിട്ട് ഇവരാണ് ജയിക്കേണ്ടത്, ഇവർ കേരളത്തെ രക്ഷിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കും. എന്നാൽ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഈ ലീഗും കോൺഗ്രസും എല്ലാം ഉൾപ്പെടുന്ന ഈ വലതുപക്ഷം കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് നടത്തിയ പങ്ക് നേർക്ക് നേരെ നിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി 1957 മുതൽ ഈ പറഞ്ഞ 2025 നമ്മളിരിക്കുമ്പോൾ ഈ കേരളം ഇന്ത്യയിൽ ജനജീവിതത്തിൻ്റെ നിലവാരത്തിൽ 1-ാം സ്ഥാനത്താണ്. ആ 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ കേരളത്തിലെ വലതുപക്ഷം വഹിച്ച പങ്കെന്ത്, കേരളത്തിലെ ഇടതുപക്ഷം വഹിച്ച പങ്കെന്ത്? ഒരു തുറന്ന സംവാദം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടവേളകളില്ലാതെ തടസ്സപ്പെടുത്താതെ നടത്തട്ടെ. അന്ന് തീരും ഈ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം. പ്രതിലോമകരമായിരുന്നു. ഈ കേരളത്തെ പുറകോട്ട് നയിച്ചിട്ടേ ഉള്ളൂ. ആ പുറകോട്ട് നയിച്ച കേരളത്തെ ഇനിയും നയിക്കാൻ ഞങ്ങൾ കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഫിറോസിനെ പോലെ, അപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കുറേ ആളുകൾ വന്നിരിക്കുകയാണ് പുതിയ നേതൃത്വമായിട്ട്. അവരുടെ തട്ടിപ്പും വെട്ടിപ്പും അവർ നടത്തുന്ന രാഷ്ട്രീയത്തിന് ചേരാത്ത പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. എല്ലാവരും ഓഡിറ്റ് ചെയ്യപ്പെട്ടെ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ചർച്ച ചെയ്യപ്പെട്ടെ. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണല്ലോ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും എല്ലാമായിട്ട്
പരിശോധിച്ചുകൊണ്ട് CPIM മാതൃകാപരമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. തെറ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഇവിടെ തിരുത്തൽ പ്രക്രിയ ഉണ്ടാകുന്നില്ല. ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളിൽ ആ തിരുത്തൽ പ്രക്രിയ ജനങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലീഗിനകത്തും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രീ NPCയോടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു പക്ഷേ കൈരളിയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതുള്ളൂ എങ്കിലും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്ക് ലീഗിനകത്ത് രൂപപ്പെട്ടു വരുന്ന ഈ അസംതൃപ്തിയുടെ രാഷ്ട്രീയം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയാത്തൊരു അന്തരീക്ഷത്തിലേക്ക് മാറും.